8 വർഷത്തിൽ ഏറെയായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മലയാളികളുടെ പ്രിയങ്കരിയായ നടി ഭാവന. ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും സമൂഹത്തിനും മാതൃകയാവുന്ന സ്ത്രീ കരുത്താണ് ഭാവന ഇന്ന്. എത്ര വലിയ ശക്തികൾ വന്നാലും ഭാവനയ്ക്കൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ നൽകിയ അഭിമുഖത്തിൽ 8 വർഷമായി നടത്തുന്ന നിയമ പോരാട്ടത്തെക്കുറിച്ചും ആ വർഷങ്ങളുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളെക്കുറിച്ചും നടി മനസ്സ് തുറന്നിരുന്നു. നീതി കിട്ടുമോ എന്ന് അറിയില്ലെന്നും പക്ഷേ പോരിടാൻ തന്നെയാണ് തീരുമാനമെന്ന് ഭാവന പറഞ്ഞു. അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ചെറിയ റീലുകൾ രൂപത്തിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഒരു വൈറൽ ക്ലിപ്പിനെ അസമയം പറഞ്ഞ കമന്റുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും നിറച്ചു. ഭാവനയുടെ അഭിമുഖത്തിൽ ലഭിച്ച നെഗറ്റീവ് കമന്റുകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നടിയുടെ അഭിമുഖത്തിൽ ലഭിച്ച കമന്റുകൾ ഭയപ്പെടുത്തുന്നുവെന്ന് കുറിപ്പിൽ പറയുന്നു. പേടി തോന്നുന്നു. ഭാവനയുടെ പുതിയ ഇന്റർവ്യൂവിൽ ചെറിയൊരു ഭാഗം കണ്ടു. അവതാരകന്റെ ചോദ്യം ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് നീതി കിട്ടുന്നത് സഹാനുഭൂതിയിലൂടെയാണോ അതോ പോരാട്ടത്തിലൂടെയാണെന്നോ? ഭാവന നൽകുന്ന മറുപടി ഇങ്ങനെ: എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു സൂപ്പർമാൻ ഒന്നുമല്ല. എന്നെക്കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. ഞാൻ ചെയ്തു. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു. എന്റെ തീരുമാനം ശരി തന്നെയായിരുന്നു എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതെ എന്നും ഭാവന ചോദിച്ചു. ഇനി കമന്റ് ബോക്സിൽ വന്ന ചില കമന്റുകൾ കേൾക്കണോ? പച്ച നുണ പറഞ്ഞ് അഭിനയിക്കാൻ എഴുന്നേറ്റ് പോടി. നീതിക്കാറിൽ വെച്ചിട്ടാണോ കിട്ടിയതെന്നോ? നിനക്ക് ഇഷ്ടമുള്ള നീതി പറയുന്നത് നിരപരാധിയായ ദിലീപിനെ ശിക്ഷിക്കുക എന്നത് അതോ ഇനി നടക്കില്ല. കള്ളക്കേസ് കൊടുത്തല്ലേ എന്നൊക്കെയായിരുന്നു. ഒരു കേസിന്റെ പേരിൽ നീതി തേടി നടന്ന വിലപ്പെട്ട വർഷങ്ങളെ മാറ്റിവെക്കേണ്ടി വന്ന കരിയറും മനസ്സമാധാനമെല്ലാം തകർന്നടിഞ്ഞിട്ടും നീതിക്ക് വേണ്ടി അത്രയും വർഷം ഫൈറ്റ് ചെയ്ത ഒരാൾക്ക് നേരെ ഇത്ര വൃത്തികെട്ട കമന്റ് വരുന്നത്. കിട്ടുന്ന സപ്പോർട്ട് കമന്റ്സും എത്രത്തോളം എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നതുപോലെ തന്നെയാണ് കിട്ടുന്ന ഇത്രയും നെഗറ്റീവ് കമന്റ്സും എന്നെ ഭയപ്പെടുത്തുന്നതും. ശരിക്കും എനിക്ക് പേടിയാകുന്നു. നാളെ ഇതേ അവസ്ഥയിൽ മറ്റൊരു സ്ത്രീ വന്നാൽ ഒരുപക്ഷെ അവൾക്ക് ഇതിലും കടുപ്പമായ കമന്റുകളാണ് കേൾക്കേണ്ടി വരിക എന്നത് തന്നെ ശരിക്കും ഭയപ്പെടുത്തുന്നു. നോക്കൂ, ഈ സമൂഹത്തിന്റെ സ്ത്രീ അതിജീവിതയെ നിലക്കുന്നത് പോലും സഹിക്കാനാവില്ലെന്ന് എനിക്ക് തോന്നുന്നു.